നമസ്കാരം. +2 പബ്ലിക് എക്സാമിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. +2 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെ ഫോക്കസ് ഏരിയയിലുള്ള പാഠഭാഗങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. OERSTED'S experiment. In 1820, Hans Christian Ørsted, a Danish physicist, observed that a compass needle is deflected when placed near a current-carrying wire. He discovered that an electric current produced a magnetic field. ഇലക്ട്രിക് കറന്റിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് എന്ന ഡാനിഷ് സയന്റിസ്റ്റിന് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് അടുത്ത് ഒരു കോമ്പസ് നീഡിൽ വയ്ക്കുമ്പോൾ അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ മ്യൂച്വൽ ഇന്ററാക്ഷൻ മൂലമാണ് കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഓർസ്റ്റഡിന് സാധിച്ചു. ജെയിംസ് മാക്സ്വെൽ, ജെ.സി. ബോസ്, മാർക്കോണി, ഹെർട്സ്, ആംപിയർ എന്നീ സയന്റിസ്റ്റുകളും ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിൽ ധാരാളം പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി. മാഗ്നറ്റിക് ഫീൽഡ്. The space surrounding a moving charge or a magnet where its influence is felt is termed as magnetic field. The strength of magnetic field is represented by magnetic field intensity B. Its unit is Tesla and it is a vector quantity. ഒരു മാഗ്നറ്റിനോ അല്ലെങ്കിൽ ഒരു മൂവിംഗ് ചാർജിനോ ചുറ്റും അതിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള സ്പേസിനെ ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ബി ഉപയോഗിച്ചാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ടെസ്ലയാണ്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. Magnetic Lorentz force. When a charge Q moves with a velocity v in a magnetic field B, the force experienced by the charge is given by F magnetic is equal to Q into V cross B. F magnetic is equal to QVB sin theta, where theta is the angle between the direction of motion of the charge and the magnetic field. This force is called മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബിയിൽ ഒരു ചാർജ് ക്യൂ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എഫ് മാഗ്നറ്റിക് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. ക്യൂ ഇൻറ്റു വി ക്രോസ് ബിയെ നമുക്ക് ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് എഴുതാം. ഇവിടെ തീറ്റ എന്നത് ചാർജിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡും ഇടയിലുള്ള ആംഗിൾ ആണ്. ഈ ഫോഴ്സിനെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഓൾവേസ് ആക്ട്സ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഗിവൺ ബൈ സ്ക്രൂ റൂൾ ഓർ റൈറ്റ് ഹാൻഡ് പാം റൂൾ. സ്ക്രൂ റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് പാം റൂൾ അനുസരിച്ച് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് വെലോസിറ്റി വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. ലോറൻസ് ഫോഴ്സ്. The total force acting on a charge Q moving with a velocity v in presence of both electric field E and magnetic field B is given by F is equal to F electric plus F magnetic is equal to QE plus Q into V cross B. This is generally called the Lorentz force. ഒരു ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലുമാണ് ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ F is equal to F electric plus F magnetic എന്ന് എഴുതാവുന്നതാണ്. എഫ് ഇലക്ട്രിക് എന്നത് ക്യു ഇയും എഫ് മാഗ്നറ്റിക് എന്നത് ക്യു ഇൻറ്റു വി ക്രോസ് ബിയുമാണ്. അതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ പ്ലസ് ക്യു ഇൻറ്റു വി ക്രോസ് ബി എന്ന് എഴുതാം. ഇതിനെ ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നു. When a conductor carrying current is placed in a magnetic field, the moving electrons inside the conductor experience a force which is given by magnetic Lorentz force. As an effect of magnetic Lorentz force acting on electrons,
The conductor as a whole experience a force. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ആയിരിക്കുമ്പോൾ കണ്ടക്ടറിലുള്ള മൂവിംഗ് ഇലക്ട്രോൺസിൽ ഒരു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു. എല്ലാ മൂവിംഗ് ഇലക്ട്രോൺസിലും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്മേൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. Consider a straight conductor of length L, area of cross section A, carrying a current I, placed in a uniform magnetic field B. Let the magnetic field makes an angle theta with a straight conductor. L ലെങ്ത്തും A area of cross sectionും ഉള്ള ഒരു straight conductor കൺസിഡർ ചെയ്യുക. കറന്റ് I ക്യാരി ചെയ്യുന്ന ഈ കണ്ടക്ടർ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്ട്രെയിറ്റ് കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. The magnetic Lorentz force acting on an electron F is equal to E into V cross P. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണിത്. F is equal to E into V cross P. E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. If n is the free electron density, the total number of electrons in the conductor is equal to NaL. Free electron density എന്നത് n ആണെങ്കിൽ, അതായത് ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയം എന്നത് n ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നത് n ഇൻറ്റു AL ആയിരിക്കും. A എന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും L എന്നത് ലെങ്ത്തുമാണ്. അതായത് വോളിയം ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നതാണ് A ഇൻറ്റു L. അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു NaL. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ F ഈസ് ഈക്വൽ ടു NaLF. ഇവിടെ എഫിന് E ഇൻറ്റു V ക്രോസ് P സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുക. Therefore, capital F is equal to NaL E ഇൻറ്റു V ക്രോസ് B. V ക്രോസ് B എന്നത് VB സൈൻ തീറ്റയാണ്. Therefore, F is equal to NaL EVB sin theta. We have NaEV is equal to current I. ഇത് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ കറണ്ടിനുള്ള എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. I is equal to NaEV. ഇവിടെ കറണ്ടിന് സബ്സ്റ്റിറ്റ്യൂഷൻ നൽകി കഴിയുമ്പോൾ F is equal to BIL സൈൻ തീറ്റ ആയിട്ട് എഴുതാവുന്നതാണ്. വെക്റ്റർ ഫോമിൽ F is equal to I ഇൻറ്റു L ക്രോസ് P ആണ്. തീറ്റ is equal to 0 ആണെങ്കിൽ F is equal to 0 ആയിരിക്കും. തീറ്റ is equal to 90 ഡിഗ്രി ആണെങ്കിൽ F is equal to BIL ആണ്. If magnetic field B and conductor is perpendicular, the direction of force is perpendicular to both field and conductor, and it is given by Flemings left hand rule. Magnetic field Bയും കണ്ടക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സും ഫീൽഡും കണ്ടക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഡയറക്ഷൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. Stretch the middle finger, forefinger and thumb of the left hand in mutually perpendicular directions. If the forefinger represents the direction of field, the middle finger represents the direction of the current, then thumb gives the direction of force. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ലെഫ്റ്റ് ഹാൻഡിലെ മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ, തമ്പ് ഇത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഫോർ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് ഫീൽഡിന്റെ ഡയറക്ഷനും മിഡിൽ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് കറന്റിന്റെ ഡയറക്ഷനും തമ്പ് ഫോഴ്സിന്റെ ഡയറക്ഷനുമായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറന്റ് എലമെന്റ്, ബയോ-സാവർട്ട്സ് law. According to ബയോ-സാവർട്ട്സ് law, the magnetic field at a point due to an element carrying current is first directly proportional to the strength of the current I, 2 directly proportional to length of the element dl, 3
directly proportional to sine of the angle between the element and the line joining element and the point. 4. Inversely proportional to square of the distance between element and the point. dB is proportional to ideal sine theta divided by r square. dB is equal to mu 0 divided by 4 pi ideal sine theta divided by r square. കോൺസ്റ്റന്റ് ഇലക്ട്രിക് കറന്റ് മൂലമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് ബയോ-സാവർട്ട്സ് ലോ വിവരിക്കുന്നത്. ചിത്രത്തിൽ കറന്റ് ക്യാരിങ് എലമെന്റ് ഡി എൽ കാണാവുന്നതാണ്. കറന്റ് ക്യാരിങ് എലമെന്റ് ഡി എൽ മൂലം ഒ എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് 4 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദ കറന്റ് ഐക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ടാമത്തേത്, മാഗ്നറ്റിക് ഫീൽഡ് എലമെന്റിന്റെ ലെങ്ത് ഡി എല്ലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മൂന്നാമത്തേത്, ചിത്രത്തിൽ കറന്റ് ക്യാരിങ് എലമെന്റും പോയിന്റ് ഒയും ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ കാണാവുന്നതാണ്. ഈ ലൈനും എലമെന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സൈൻ തീറ്റയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നാലാമത്തേത്, കറന്റ് ക്യാരിങ് എലമെന്റ് ഡി എല്ലും പോയിന്റ് ഒയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. dB is proportional to I dl sin theta divided by r square ആണ്. dB is equal to mu 0 divided by 4 pi I dl sin theta divided by r square ആണ്. ഇവിടെ mu 0 എന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. The direction of magnetic field is given by right hand grip rule. Biot-Savart's law and Coulomb's law for electrostatic field. മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ബയോ-സാവർട്ട് ലോയും ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുളംസ് ലോയും കമ്പയർ ചെയ്യാവുന്നതാണ്. സിമിലാരിറ്റീസ്. Both the laws deals with long range forces. Both are inverse square laws. Both the fields obey superposition principle. Dissimilarities. Electric field is produced by scalar source, but the magnetic field is produced by vector source. Electric field acts along the displacement vector. Magnetic field acts perpendicular to the plane containing dl and r. There is an angle dependence in Biot-Savart's law which is not present in Coulomb's law. Biot-Savart's law അനുസരിച്ച് dB is equal to mu 0 divided by 4 pi I dl sin theta divided by r സ്ക്വയറും Coulomb's law അനുസരിച്ച് F is equal to 1 by 4 pi epsilon 0 q1 q2 divided by r സ്ക്വയറുമാണ്. ഇതിൽ നിന്ന് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു സർക്കുലർ കറന്റ് ലൂപ്പ് മൂലം അതിൻ്റെ ആക്സിസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബയോ-സാവർട്ട് ലോയുടെ സഹായത്തോടെ കണ്ടുപിടിക്കാവുന്നതാണ്. ബയോ-സാവർട്ട് ലോ അനുസരിച്ച് dB is equal to mu 0 divided by 4 pi I dl sin theta divided by r square ആണ്. Consider a circular coil of radius a carrying a current I. Let P be a point on the axis of coil at a distance x from the center O. To find the magnetic field intensity at P, consider a small element of length dl at A. The distance between point P and the element dl is considered as R. സർക്കുലർ കറന്റ് ക്യാരിങ് കോയിലിൻ്റെ റേഡിയസ് എ ആണ്. ആക്സിസിൽ സെന്റർ ഓയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റാണ് പി. പി എന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്നതിനായി എയിലുള്ള ഒരു സ്മോൾ എലമെന്റ് ഡി എൽ കൺസിഡർ ചെയ്യുക. പിയും ഡി എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു കറന്റ് ത്രൂ എലമെന്റ് ഡി എൽ dB is equal to mu 0 divided by 4 pi I dl sin theta divided by r square. The angle between element dl and the line AP is 90 degree and we have sin 90 is equal to 1.
then dB is equal to mu 0 divided by 4 pi I dl divided by r square. The direction of dB is perpendicular to AP and it is represented by PQ in the figure. This vector can be resolved into two components, dB cos phi perpendicular to the axis OP and dB sin phi along the axis OP. ബയോസ് സാവർട്ട് ലോ അനുസരിച്ച് പി എന്ന പോയിന്റിൽ ഡി എൽ മൂലമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഡിവൈഡ് ബൈ 4 പൈ ഐ ഡി എൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഡി എല്ലും ലൈൻ എ പിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. സൈൻ 90 ഈസ് ഈക്വൽ ടു 1. അതുകൊണ്ട് ഡി ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഡിവൈഡഡ് ബൈ 4 പൈ ഐ ഡി എൽ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ എ പിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അത് പി ക്യു വച്ചാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയി റിസോൾവ് ചെയ്യാവുന്നതാണ്, ഡി ബി കോസ് ഫൈയും ഡി ബി സൈൻ ഫൈയും. ആക്സിസ് ഒ പിക്ക് പെർപെൻഡിക്കുലർ ആണ് ഡി ബി കോസ് ഫൈ, ആക്സിസ് ഒ പിക്ക് പാരലൽ ആയിട്ടാണ് ഡി ബി സൈൻ ഫൈയും. When considering the diametrically opposite element, the components perpendicular to the axis cancel and components along the axis added up. Diametrically opposite element consider ചെയ്യുകയാണെങ്കിൽ perpendicular components cancel ചെയ്യപ്പെടുന്നു, ആക്സിസിലുള്ള പാരലൽ കമ്പോണൻസ് ആഡ് ചെയ്യുന്നു. V is equal to integral dB sin phi. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡി ബി സൈൻ ഫൈ ആണ്. ഡി ബിക്ക് മ്യൂ 0 ഡിവൈഡ് ബൈ 4 പൈ ഐ ഡി എൽ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ബി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മ്യൂ 0 ഡിവൈഡ് ബൈ 4 പൈ ഐ ഡി എൽ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ സൈൻ ഫൈ. ഫ്രം ട്രയാങ്കിൾ ഒ എ പി സൈൻ ഫൈ ഇസ് ഈക്വൽ ടു എ ബൈ ആർ. ചിത്രത്തിൽ ട്രയാങ്കിൾ ഒ എ പി കൺസിഡർ ചെയ്യുക. അവിടെ സൈൻ ഫൈ എന്നത് എ ബൈ ആർ ആണ്. സൈൻ ഫൈക്ക് എ ബൈ ആർ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുമ്പോൾ ബി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മ്യൂ 0 ഡിവൈഡ് ബൈ 4 പൈ ഐ ഡി എൽ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു എ ബൈ ആർ എന്ന് എഴുതാം. ദെൻ മ്യൂ 0 ഡിവൈഡ് ബൈ 4 പൈ ഐ എ ഡിവൈഡ് ബൈ ആർ ക്യൂബ് ഇന്റഗ്രൽ ഡി എൽ. ഇവിടെ ഇന്റഗ്രൽ ഡി എൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 പൈ എ ആണ്, അതായത് സർക്കംഫറൻസ് ഓഫ് ദ സർക്കുലർ ലൂപ്പ്. ഇന്റഗ്രൽ ഡി എല്ലിന് 2 പൈ എ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുമ്പോൾ ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഡിവൈഡ് ബൈ 4 പൈ ഐ എ ഡിവൈഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു 2 പൈ എ ഈക്വൽ ടു മ്യൂ 0 ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആർ ക്യൂബായി എഴുതാവുന്നതാണ്. ട്രയാങ്കിൾ ഒ എ പിയിൽ നിന്ന് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആയിട്ട് എഴുതാം. അങ്ങനെയെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1/2 ആണ്. ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 3/2 ആയിരിക്കും. ഇത് ആർ ക്യൂബിന് ബിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുമ്പോൾ ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു 3/2 ആയിട്ട് എഴുതാവുന്നതാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പിനുള്ള ഇക്വേഷൻ ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 3/2 ആണ്. സർക്കുലർ കോയിലിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 n ഐ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 3/2 ആയി എഴുതാവുന്നതാണ്. ദ ഡയറക്ഷൻ ഈസ് അലോങ് ദ ആക്സിസ് ആൻഡ് ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ്. ലൂപ്പിന്റെ സെന്ററിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ് ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എ ക്യൂബ് ഇസ് ഈക്വൽ ടു മ്യൂ 0 ഐ ഡിവൈഡഡ് ബൈ 2 എ ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. സർക്കുലർ കോയിലിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 n ഐ ഡിവൈഡഡ് ബൈ 2 എ ആയിരിക്കും. പ്രോബ്ലം:
A circular coil of wire consisting of 100 turns, each of radius 8 cm, carries a current of 0.40 ampere. What is the magnitude of the magnetic field B at the center of the coil? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ ഇപ്രകാരമാണ്. നമ്പർ ഓഫ് ടേൺസ് n is equal to 100. റേഡിയസ് a എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 8 ഇൻറ്റു 10⁻⁻2 മീറ്റർ. കറന്റ് 0.40 ആംപിയർ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ കോയിൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബിക്കുള്ള ഇക്വേഷൻ B is equal to μ0 Ni ഡിവൈഡഡ് ബൈ 2a ആണ്. μ0യുടെ വാല്യൂ 4π ഇൻറ്റു 10⁻⁻7 ആണ്. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുമ്പോൾ B is equal to 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 100 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 8 ഇൻറ്റു 10⁻⁻2. ദാറ്റ്സ് ഈക്വൽ ടു π ഇൻറ്റു 10⁻⁻4 ടെസ്ല. Ampere's circuital law. Ampere's circuital law states that the line integral of magnetic field around any closed loop is equal to μ0 times the total current enclosed by the loop. ഇവിടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dot dl is equal to μ0 sigma I. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B dl cos theta is equal to μ0 sigma I. കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധമാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള ഒരു വയർ കൺസിഡർ ചെയ്യുക. കറണ്ട് ക്യാരിങ് വയറിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. കറണ്ടും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധമാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ അനുസരിച്ച് ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നത് ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ടിൻ്റെ μ0 ടൈംസിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ വയറിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് I ആണ്. വയറിനു ചുറ്റും ഒരു ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ ക്ലോസ്ഡ് ലൂപ്പിലെ ഒരു എലമെൻ്റ് ആണ് dl. അങ്ങനെയാണെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നത് ഇൻ്റഗ്രൽ ഓഫ് B ഡോട്ട് dl എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇൻ്റഗ്രൽ ഓഫ് B ഡോട്ട് dl എന്നത് μ0 ടൈംസ് ആ ലൂപ്പിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് μ0 ടൈംസ് Iക്ക് ഈക്വൽ ആയിരിക്കും. μ0 ഇൻറ്റു സിഗ്മ I ആയിരിക്കും. ഇവിടെ μ0 എന്നത് ഫ്രീ സ്പേസിൻ്റെ പെർമിയബിലിറ്റി ആണ്. ആപ്ലിക്കേഷൻ ഓഫ് Ampere's circuital law. Magnetic field intensity at a point to an infinitely long straight wire carrying current. Consider a long straight wire carrying a current I through it. Let P be a point which is at a distance r from the wire. To find magnetic field at P, imagine a closed loop with radius r with current carrying wire as center. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റ് ലോങ് സ്ട്രെയിറ്റ് വയർ മൂലം അതിനു ചുറ്റുമുള്ള ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കറണ്ട് I ക്യാരി ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് വയർ കൺസിഡർ ചെയ്യുക. വയറിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് P കൺസിഡർ ചെയ്യുക. പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിനായി P ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇമാജിൻ ചെയ്യണം. ഈ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ സെൻറ്റർ കറണ്ട് ക്യാരിങ് വയറും അതിൻ്റെ റേഡിയസ് ആറുമാണ്. ആ P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു എലമെന്റ് dl നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ അനുസരിച്ച് ഇൻ്റഗ്രൽ B ഡോട്ട് dl ഇസ് ഈക്വൽ ടു μ0 സിഗ്മ I എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇവിടെ ബിയും ഡിഎല്ലും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഇവിടെ രണ്ടും പാരലൽ ആയതുകൊണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്. കോസ് 0 ഈസ് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ ബി ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I ആയിട്ട് എഴുതാവുന്നതാണ്. ഇവിടെ ബി ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I ആണ്. ഇവിടെ
ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു 2πr ആയിരിക്കും. കാരണം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ക്ലോസ്ഡ് ലൂപ്പ് എന്നത് ഒരു സർക്കുലർ ഷേപ്പാണ്. ആ സർക്കുലർ ഷേപ്പിന്റെ സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു 2πr. ഇവിടെ ഇന്റഗ്രൽ ഡി എല്ലിന് 2πr നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുമ്പോൾ b ഇൻറ്റു 2πr ഇസ് ഈക്വൽ ടു μ0 I ആയിട്ട് എഴുതാവുന്നതാണ്. Therefore b ഇസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2πr, അല്ലെങ്കിൽ b ഇസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 2π ബൈ r. Magnetic field intensity due to a solenoid. Consider a solenoid of length L having n number of turns per unit length carrying current I. To find magnetic field intensity B, imagine a closed path ABCD of length L and breadth B. Ampere circuital lawയുടെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സോളിനോയിഡ് മൂലമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിനായി ആംപിയർ സർക്യൂട്ടൽ ലോ ഉപയോഗിക്കാം. എൽ ലെങ്ത് ഉള്ള ഒരു സോളിനോയിഡ് കൺസിഡർ ചെയ്യുക. എൻ എന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോളിനോയിഡിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ബി കണ്ടുപിടിക്കുന്നതിനായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ക്ലോസ്ഡ് പാത്ത് ABCD കൺസിഡർ ചെയ്യുക. എൽ എന്നത് ലെങ്ത്തും ബി എന്നത് ക്ലോസ്ഡ് പാത്തിന്റെ ബ്രെഡ്ത്തുമാണ്. ആംപിയർ സർക്യൂട്ടൽ ലോ അനുസരിച്ച് ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നത് ലൂപ്പിൽ എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ കറന്റിന്റെ μ0 ടൈംസിന് ഈക്വൽ ആണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിനെ നമുക്ക് 4 പാർട്സായി ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഇന്റഗ്രൽ A to B, B to C, C to D ആൻഡ് D to A. ഇന്റഗ്രൽ A to B നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് എയിൽ നിന്ന് ബിയിലേക്കുള്ള പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബിയും ഡി എല്ലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. ബിയിൽ നിന്ന് സിയിലേക്ക് ബി എല്ലും ഡി എല്ലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയും, സിയിൽ നിന്ന് ഡിയിലേക്ക് ആംഗിൾ 0യും, ഡിയിൽ നിന്ന് എയിലേക്ക് ബിയും ഡി എല്ലും ഉണ്ടാക്കുന്ന ആംഗിൾ 90യും ആണ്. അപ്പൊ നമുക്ക് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ പ്ലസ് ഇന്റഗ്രൽ ബി ടു സി ബി ഡോട്ട് ഡി എൽ പ്ലസ് ഇന്റഗ്രൽ സി ടു ഡി ബി ഡോട്ട് ഡി എൽ പ്ലസ് ഇന്റഗ്രൽ ഡി ടു എ ബി ഡോട്ട് ഡി എൽ. ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ബി ഡി എൽ കോസ് 0 പ്ലസ് ഇന്റഗ്രൽ ബി ടു സി ബി ഡി എൽ കോസ് 90 പ്ലസ് ഇന്റഗ്രൽ സി ടു ഡി ബി ഡി എൽ കോസ് 0 പ്ലസ് ഇന്റഗ്രൽ ഡി ടു എ ബി ഡി എൽ കോസ് 90. ഇവിടെ നമുക്ക് കോസ് 0ക്ക് 1ഉം കോസ് 90ക്ക് 0യും കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി ബി ഡി എൽ പ്ലസ് 0 പ്ലസ് ഇന്റഗ്രൽ സി ടു ഡി ബി ഡി എൽ പ്ലസ് 0 ആയിട്ട് എഴുതാവുന്നതാണ്. സോളിനോയിഡിന്റെ ഔട്ട്സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയതുകൊണ്ട് ഇന്റഗ്രൽ സി ടു ഡി ബി ഡി എൽ ഇസ് ഈക്വൽ ടു 0 ആയിട്ട് എഴുതാവുന്നതാണ്. ഇൻ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡി എൽ ഇസ് ഈക്വൽ ടു ദെൻ ഇന്റഗ്രൽ എ ടു ബി ബി ഡി എൽ ആയിട്ട് എഴുതാം. ഇവിടെ ഇക്വേഷൻ 1ൽ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുമ്പോൾ ഇന്റഗ്രൽ എ ടു ബി ബി ഡി എൽ ഇസ് ഈക്വൽ ടു μ0 എൻ ഐ എൽ ആയിട്ട് എഴുതാം. അതായത് ഇവിടെ സിഗ്മ ഐ എന്ന് പറയുന്നത് എൻ ഐ ഇൻറ്റു എൽ ആണ്. ഇത് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ എൻ ഐ എൽ ആണ്. ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ബി ഇൻറ്റു എൽ ദാറ്റ്സ് ഈക്വൽ ടു μ0 എൻ ഐ എൽ. That is B is equal to μ0 n I. At the ends of the solenoid, the magnetic field intensity B is μ0 n I divided by 2. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു സോളിനോയിഡ് എന്ന് പറയുന്നത് നമുക്ക് B is equal to μ0 n I യും സോളിനോയിഡ് എൻസിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി μ0 n I divided by 2ഉം ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ. A solenoid of length 0.20 meter having 120 turns carries a current 2.5 ampere. Find the magnetic induction at the interior of the solenoid and one end of the solenoid. ഇവിടെ നമുക്ക് സ്മോൾ n കണ്ടുപിടിക്കണം. സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ദാറ്റ് ഈസ് 120 ഡിവൈഡഡ് ബൈ 0.20. ദാറ്റ്സ് ഈക്വൽ ടു 600 ടേൺസ് പെർ
meter. In the interior, B is equal to mu 0 Ni. നമുക്ക് ഇന്റീരിയറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ അറിയാം. B is equal to mu 0 Ni ആണ്. mu 0യുടെ വാല്യൂ 4 pi into 10 raised to minus 7 into സ്മോൾ n എന്ന് പറയുന്നത് 600 into കറണ്ട് പാസ് ചെയ്യുന്നത് 2.5. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ 1.884 into 10 raised to minus 3 ടെസ്ല. 1 nത്തിലാണെങ്കിൽ B is equal to mu 0 Ni divided by 2 ആണ്. That's equal to 0.942 into 10 raised to minus 3 Tesla. The toroid is a hollow circular ring on which a large number of turns of a wire are closely wound. It can be viewed as a solenoid which has been bent into a circular shape to close on itself. Magnetic field due to a toroid. Consider a toroid with n turns having mean radius r carrying a current I. For a circular coil carrying current, magnetic field is produced along its axis. The magnetic field produced by the toroid is tangential to the axis. To find the magnetic field, imagine a closed circular path along the axis of toroid. n number of turns r mean radius ഉള്ള ഒരു ടൊറോയിഡ് കൺസിഡർ ചെയ്യുക. ഇതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് I ആണ്. ടൊറോയിഡ് മൂലമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഒരു ക്ലോസ്ഡ് സർക്കുലർ പാത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ആംപിയറിയൻ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആംപിയർ സർക്യൂട്ടൽ ലോ അനുസരിച്ച് ക്ലോസ്ഡ് ഇന്റഗ്രൽ B dot dl is equal to mu 0 sigma I ആണ്. That is closed integral B dl cos 0 is equal to mu 0 Ni. ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. cos 0 1 ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റഗ്രൽ B dl is equal to mu 0 Ni ആയിട്ട് എഴുതാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ dl എന്ന് പറയുന്നത് 2 pi r, അതായത് സർക്കംഫറൻസ് ഓഫ് ദാറ്റ് സർക്കിൾ. That is B is equal to mu 0 Ni divided by 2 pi r. ഇവിടെ ക്യാപിറ്റൽ N divided by 2 pi r എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതിനെ സ്മോൾ n കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ B is equal to mu 0 Ni. Also we know that the magnetic field outside the toroid is 0. ഒരു ടൊറോയിഡിന്റെ ഔട്ട്സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. Example, a toroid has a core of inner radius 25 cm and outer radius 26 cm, around which 3500 turns of wire are wound. If the current in the wire is 11 ampere, what is the magnetic field A outside the toroid and B inside the core of the toroid? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് പ്രകാരമാണ്. ഇന്നർ റേഡിയസ് 25 സെന്റിമീറ്റർ, ഔട്ടർ റേഡിയസ് 26 സെന്റിമീറ്റർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മീൻ റേഡിയസ് എന്ന് പറയുന്നത് 25 പ്ലസ് 26 ഡിവൈഡഡ് ബൈ 2, ദാറ്റ്സ് ഈക്വൽ ടു 25.5 സെന്റിമീറ്റർ. അതിനെ മീറ്റർ ആക്കുമ്പോൾ 25.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 മീറ്റർ. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 3500 ആണ്. ഇതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് 11 ആംപിയർ ആണ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ടൊറോയിഡ്? ഔട്ട്സൈഡ് ദ ടൊറോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും. സബ് ക്വസ്റ്റ്യൻ ബി, വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ കോർ ഓഫ് ദ ടൊറോയിഡ്? ഇൻസൈഡ് ദ കോർ ഓഫ് ദ ടൊറോയിഡിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് B is equal to mu 0 Ni, അതല്ലെങ്കിൽ mu 0 ക്യാപിറ്റൽ N I ഡിവൈഡഡ് ബൈ 2 pi r ആയിട്ട് എഴുതാം. ഇവിടെ ഡേറ്റാസ് സബ്സ്റ്റിറ്റ്യൂഷൻ നൽകുകയാണെങ്കിൽ mu 0 എന്ന് പറയുന്നത് 4 pi ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7, ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 3500 ഇൻറ്റു 11, കറണ്ട് എന്ന് പറയുന്നത് 11 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് 25.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2, ദാറ്റ്സ് ഈക്വൽ ടു 3.02 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ടെസ്ല. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.